നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ചു. ഡൽഹി സ്വദേശി മുബഷിറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷിറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തി. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന സണ്ണി ജോസഫ്. ജെയിംസ് പന്തമാക്കൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്നും കാസർഗോഡ് ഉണ്ടായത് പെറ്റി കേസുകൾ മാത്രമാണെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാതെ KPCC പ്രസിഡന്റ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണെങ്കിലും സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കാസർഗോഡ് പറഞ്ഞു. പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കാഞ്ഞങ്ങാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലയോരത്ത് മത്സരിക്കാൻ മാധ്യമപ്രവർത്തകരും. കള്ളാർ പഞ്ചായത്തിലാണ് മാധ്യമപ്രവർത്തകരായ AK രാജേന്ദ്രൻ, G ശിവദാസൻ എന്നിവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി പുതിയോടൻ വീട് തറവാട് കളിയാട്ട ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനം. നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ. ഡൽഹി സ്വദേശി മുബഷിറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷിറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. എന്തുകൊണ്ടറിഞ്ഞില്ല? അവിടെ നമ്പർ കൊണ്ടൊക്കെയുണ്ട്, വീട്ടുകാരെ അറിയിക്കേണ്ട കടമയില്ല. അടിച്ചിട്ട് കൊല്ലല അങ്ങനെ ആക്കലുണ്ട അല്ല പോലീസുകാരാക്കി. കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ചു. ഡൽഹി കുന്നുപാറയിലെ അബ്ദുള്ളയുടെ മകൻ മുബഷിറാണ് മരിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ 5:30 മണിയോടെയാണ് മുബഷിറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വിദേശത്തായിരുന്നു മുബഷിർ. 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്നു പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. എന്നെ ഇവിടുന്ന് മാറ്റണോ, പെട്ടെന്ന് ഇറക്കണോ ഫസ്റ്റ് പറഞ്ഞു. ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാണ്. നമ്മളോട് പറയുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞത്. ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ ഇവിടുന്ന് കണ്ണൂരിലേക്ക് മാറ്റി, ഇല്ല എന്നെ ഒന്ന് പെട്ടെന്ന് ഇറക്കി കളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇത് തള്ളിയോണ്ട് നമുക്കൊന്നും കാട്ടാൻ പറ്റൂലല്ലോ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം മാതാവും 2 ദിവസം മുൻപ് വിദേശത്ത് നിന്നെത്തിയ അനുജനും സബ് ജയിലിൽ എത്തി മുബഷിറിനെ കണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ലെന്നും കുടുംബം പറയുന്നു. ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് മുബഷിർ തങ്ങളോട് പറഞ്ഞതായും ഇവർ പറയുന്നു. സംഭവിച്ചതെങ്കിൽ രാവിലെ അവനെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിട്ട് 7:30 മണിക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞ് 5:45 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. പക്ഷെ അത് ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ല. അവർ 7:30 മണിക്കാണ് ഞങ്ങൾക്ക് അറിയുന്നത് മരിച്ചു എന്നുള്ളത്, ജയിലിൽ മരിച്ചു എന്നുള്ളത്. സംശയമുണ്ട്, ബലമായ സംശയമുണ്ട്. ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ്. 9 വർഷം മുമ്പുള്ള ഒരു കേസ്, ചെറിയ കേസ്. ഉമ്മാനെ കൊണ്ടുവന്നിച്ച് പോകുമ്പോൾ ചെറിയ വണ്ടി തട്ടിയോ അങ്ങനത്തെ കേസ് തന്നെ. അതിനുശേഷം 9 വർഷം ഗൾഫിലായിരുന്നു ഇവന്. 9 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓന് 2 മാസമായുള്ളൂ. ഉപ്പ മരിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി ഉപ്പ മരിച്ചിട്ട്. അതിനുശേഷം ഇപ്പോൾ 2 മാസമായി ചെക്കൻ വന്നിട്ട് ഗൾഫിൽ.
ഗൾഫിൽ നിന്ന് വന്നിട്ട്. പിന്നെ അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ മിനിയാന്ന് ഉമ്മ കാണാൻ പോയി, ഇന്നലെ അഞ്ചൻ കാണാൻ പോയി. അപ്പോൾ അഞ്ചനോട് പറഞ്ഞല്ല എന്നെ എങ്ങനെ ഒഴിവാക്കിത്താ, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോട്ടെന്ന്. അപ്പോൾ എന്തുകൊണ്ടെന്ന് അറിയില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നെ നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ ഇപ്പോൾ മരണപ്പെട്ട ആളുടെ മാതാവ് അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയി സബ് ജയിലിൽ ഇയാളെ കാണാൻ പോയിരുന്നു. അപ്പോൾ അവരോട് വളരെ സങ്കടപ്പെട്ടാണ് അയാൾ സംസാരിച്ചത്. എനിക്ക് ജയിലിനകത്ത് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട്, എന്നെ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അവിടെയുള്ള മറ്റ് തടവുകാർ ഇവരൊക്കെ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഗുളിക കഴിക്കേണ്ട ഒരു അസുഖവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അസുഖവും ഇല്ല. അപ്പോൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ജയിലിനകത്ത് വെച്ച് ഏതോ ഗുളിക കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായും വളരെയധികം ദുരൂഹതയുള്ള കാര്യമാണ്. അന്വേഷണം നടത്തണം. അപ്പോൾ RDO ഇവിടെ എത്തിയിട്ടുണ്ട്. RDO തലത്തിൽ അന്വേഷണം ഉണ്ടാവും. ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ചിക്കൻ പോക്സ് ബാധിച്ച് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് അവരുടേതായ തലത്തിലും അന്വേഷണം ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ, ഇപ്പോൾ ഇന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാരത്തേക്ക് കൊണ്ടുപോകും. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നും MLA കൂട്ടിച്ചേർത്തു. അവിടെ ഒരു വിദഗ്ധ സംഘം 4-5 ഡോക്ടർമാരുടെ സംഘം ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഇത് ഒരു സ്വാഭാവിക മരണമല്ല, മറ്റ് തരത്തിലുള്ള മരണമാണെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകൾ ശിക്ഷിക്കണം. അതാണ് പറയാറ്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത് വരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുക. റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ദുരൂഹതകളുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരവാദികളായ ആളുകളെ തീർച്ചയായും നമുക്ക് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സണ്ണി ജോസഫ്. ജെയിംസ് പന്തമാക്കൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്നും കാസർഗോഡുണ്ടായത് പെറ്റി കേസുകൾ മാത്രമാണെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു. ചില പെറ്റി കേസസ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം എനിക്കറിയാം. ഒരു DCC വൈസ് പ്രസിഡൻറ്റിൻ്റെ രാജ്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണുകയാണ്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് സംഘടനാ വിരുദ്ധമാണ്, അച്ചടക്ക ലംഘനമാണ്. അവിടെയും ഞങ്ങൾ തന്നെ KPCCയുടെ വൈസ് പ്രസിഡന്റ് ലിജു തന്നെ ഇവിടെ വന്ന്, പ്രദേശം ആയിട്ട് നല്ല ബന്ധമുള്ള ലിജു തന്നെ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം ആലോചിച്ച് ഉചിതമായ തീരുമാനം തന്നെയാണ്. എല്ലാവർക്കും അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഇതിൽ കഴിയില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പല്ല, ഏത് തിരഞ്ഞെടുപ്പായാലും ഒരു വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥിയേ പറ്റുള്ളൂ, ഒരു പാർലമെൻറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയേ പറ്റുള്ളൂ, അസംബ്ലിക്ക് ഒരു സ്ഥാനാർത്ഥിയേ പറ്റുള്ളൂ. 2 പേരുണ്ടെങ്കിൽ ഒരാൾ പിന്മാറേണ്ടി വരും. കഴിയുന്നത്ര സമവായത്തിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും യോജിച്ച പ്രവർത്തന രംഗത്തേക്ക് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവരാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാതെ KPCC പ്രസിഡന്റ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണെങ്കിലും സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കാസർഗോഡ് പറഞ്ഞു. പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് എടുത്ത കേസ് എന്തായി എന്ന് സർക്കാർ പറയണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എത്ര നാളായി, എത്ര മാസമായി സർക്കാർ ഒരു കേസെടുത്തിട്ട്? ഗവൺമെൻറ് ഏജൻസികൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊരു കണ്ടെത്തലും നടത്തിയിട്ടില്ല ഇതുവരെ. അത്രേ ഉള്ളൂ. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമെന്ന് പറയുന്നതിനടുത്ത് കേസെടുത്തിട്ട് എന്തായെന്നാണ് പറയേണ്ടത്? അതാണ് വീണ്ടും അതിന് മറുപടി തെളിയിക്കാൻ സർക്കാർ ഒരു പ്രതിപക്ഷ MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു. എന്തുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല? ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ പോര്. UDF കാഞ്ഞങ്ങാട് നഗരസഭ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു.
കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഇടതു ഭരണത്തിലെ 10 വർഷക്കാലത്തെ വികസന മുരടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിന് ആക്കം കൂട്ടുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ഏകകണ്ഠമായി നടത്താൻ സാധിച്ചത് തന്നെ കാഞ്ഞങ്ങാട് UDFനെ സംബന്ധിച്ച ആദ്യഘട്ട വിജയമാണെന്നും കേരളത്തിലെ LDF സർക്കാരിന്റെ ഭരണ നേട്ടത്തിലെ പ്രധാന നേട്ടം കരിമണൽ ഖനനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഒരു ജോലിയും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ ലഭിച്ചു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ളം, ഗതാഗതം, മാലിന്യ നിർമ്മാർജ്ജനം, നഗരത്തിന്റെ വികസനം, ഇതിലെല്ലാം ഈ മുനിസിപ്പൽ ഭരണം ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ കൊണ്ടൊക്കെ കാഞ്ഞങ്ങാട് അടക്കെ വരുന്ന വ്യക്തിയായിരുന്നു. കണ്ണൂർ ജില്ല ഒന്നായിരുന്നപ്പോൾ, കണ്ണൂരും കാസർഗോഡ് ഒന്നായിരുന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടൊക്കെ ഇവിടെ വരാൻ സാധിച്ചു. അതിനേക്കാൾ വലിയ മെച്ചമൊന്നും ഈ കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന് ഒരു അറുതി വരുത്തണം. വികസനത്തിന്റെ പാതയിൽ കാഞ്ഞങ്ങാടിനെ നയിക്കാൻ സാധിക്കുന്ന പ്രഗത്ഭരായ കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിച്ച് ജയിക്കാൻ നമുക്ക് അവസരമുണ്ട്. അതിനെ നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിണറായി സർക്കാരിന്റെ തെറ്റായ ഭരണത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എല്ലാ മലയാളികളും. പല വീടുകളിലും ചെല്ലുമ്പോൾ മാർക്സിസ്റ്റ് അനുഭാവികളായിരുന്ന ആളുകൾ പോലും ഈ സർക്കാരിൽ ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമ്മളോട് അവർ തുറന്നു പറയുകയാണ്. MP ജാഫർ അധ്യക്ഷത വഹിച്ചു. കലക്ടർ മാഹിൻ ഹാജി, PK ഫൈസൽ, ഉമേഷൻ TV, നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, M അസിനാർ, മീനാക്ഷി ബാലകൃഷ്ണൻ, കരിമ്പിൽ കൃഷ്ണൻ, A ഗോവിന്ദൻ നായർ, അഡ്വക്കേറ്റ് NA ഖാലിദ്, K മുഹമ്മദ് കുഞ്ഞി, KK ബദ്രുദ്ദീൻ, ബഷീർ വെള്ളിക്കോത്ത്, MK റഷീദ്, ബഷീർ ആറങ്ങാടി, V ഗോപി, M കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. PV ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടശ്ശേരി തുളിച്ചേരി പുതിയോടൻ വീട് തറവാട് കളിയാട്ട ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നോർത്ത് കോട്ടശ്ശേരി തുളിച്ചേരി പുതിയോടൻ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, പടവീരൻ തെയ്യം, പൊട്ടൻ തെയ്യം, മൂവാളം കുഴിച്ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവം ദർശിക്കാനായി നിരവധി ആളുകളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കണം, ആ കുടുംബത്തിനെ സംരക്ഷിക്കണമെങ്കിൽ തൊഴിലുണ്ടാവണം, ആ കുടുംബവും തൊഴിലുണ്ടെങ്കിൽ സംഘടന ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടിണങ്ങിക്കൊണ്ടാണ് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് ആദ്യമായി പറയാനുള്ളത്. തീർച്ചയായും ഇന്നത്തെ പ്രതിനിധി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AC ജോൺസൺ അവர்களാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷെ ഔപചാരികമായി കൊല്ലം ജില്ലയിൽ സംഘടനയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് പങ്കെടുക്കും. കാരണം ആ ഒരു ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത്, സംഘടനയുടെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള അവരുടെ ആഗ്രഹം ഇവിടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും അദ്ദേഹത്തിന് ഇന്നലെ ഇവിടെ പൊതുസമ്മേളനം പങ്കെടുത്ത് പോകാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉദ്ഘാടകൻ എന്ന നിലയിൽ എന്നെ ഈ ചുമതല സംസ്ഥാന പ്രസിഡന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ PRO രാജീവൻ രാജപുരം അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു.
ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ സംഘടനയുടെ ഒരു വർഷക്കാലത്തെ ജില്ലാ റിപ്പോർട്ടും ട്രഷറർ NK പ്രജിത്ത് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി, BA ഷെരീഫ് ഫ്രെയ്മാട്ട്, വേണു VV, അനൂപ് ചന്ദേര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്കൂൾ കായികമേളയുടെ ഭാഗമായി ജമ്മു കശ്മീരിൽ വെച്ച് നടന്ന ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി V അവന്തികയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്കൂൾ മാനേജ്മെന്റ്, PTA, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. സ്കൂൾ കായികമേളയുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ വെച്ച് നടന്ന ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 55 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി V അവന്തികയ്ക്ക് സ്കൂൾ മാനേജ്മെന്റ്, PTA, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം ഒരുക്കി. സ്കൂൾ ലീഡർ കൂടിയാണ് പഠനത്തിലും കായിക മത്സരങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന അവന്തിക. ഉയരങ്ങളിലെത്തിക്കാനും സഹായിച്ച കോച്ച് സ്നേഹിച്ചിയും പിന്നെ പ്രകാശ് മാഷും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. മടിയനിലെ പാലക്കയിൽ രാജന്റെയും ആശാലതയുടെയും രണ്ടാമത്തെ മകളാണ് അവന്തിക. മുൻ തൈക്കോണ്ടോ മെഡൽ ജേതാവ് V ഗോപിക ഏക സഹോദരിയാണ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുനാഥൻ പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു. നമ്മൾ ഈ വർഷത്തെ ദേശീയ സ്കൂൾ കായികമേളയിൽ തൈക്കോണ്ടോ വിഭാഗത്തിൽ നമ്മളെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും അഭിമാനമായി മാറിയ അവന്തികയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ വളരെ ചിട്ടയായ പരിശീലനത്തോടുകൂടി ഈ ഒരു മേഖലയിലേക്ക്, ഈ ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയതിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിൻ്റെ സ്കൂൾ ലീഡർ കൂടിയാണ് അവന്തിക. ഈ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര മേഖലയിൽ വളരെ ചിട്ടയോടുകൂടിയ പരിശീലനം, അതിനുവേണ്ടി നേതൃത്വം നൽകിയ, അതിനുവേണ്ടി സഹായിച്ച പിന്നെ പരിശീലകർ, അതുപോലെ തന്നെ അവന്തികയുടെ രക്ഷിതാക്കൾ, എല്ലാവരുടെയും ഒരു പൂർണ്ണമായൊരു സപ്പോർട്ടാണ് ഈ ഒരു നേട്ടം എത്തിപ്പിടിക്കാൻ സാധിച്ചത്. സ്കൂൾ HM P സുമ, കായിക അധ്യാപകൻ K വിജയകൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി KV രാജേഷ്, പരിശീലകരായ K സ്നേഹ, P പ്രകാശൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, കാഞ്ഞങ്ങാട് തൈക്കോണ്ടോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊപ്പൽ അബ്ദുള്ളയെ സ്മരിച്ച് കാസർഗോഡ്. പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ കാസർഗോഡ് കൊപ്പൽ അബ്ദുള്ള സൗഹൃദ വേദി കൊപ്പൽ അബ്ദുള്ളയുടെ 9ാം ചരമവാർഷികത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ MA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സാമൂഹ്യ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകുകയും കാസർഗോഡിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളിലെ മുൻനിര സാന്നിധ്യവുമായിരുന്ന കൊപ്പൽ അബ്ദുള്ളയെ കാസർഗോഡ് ആദരപൂർവ്വം അനുസ്മരിച്ചു. പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ കാസർഗോഡ് കൊപ്പൽ അബ്ദുള്ള സൗഹൃദ വേദി കൊപ്പൽ അബ്ദുള്ളയുടെ 9ാം ചരമവാർഷികത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ MA ലത്തീഫ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നന്മയ്ക്കായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കൊപ്പൽ അബ്ദുള്ളയെന്ന് MA ലത്തീഫ് അഭിപ്രായപ്പെട്ടു. നന്മകൾക്കായി അദ്ദേഹം മുന്നിട്ടിറങ്ങി. സ്വന്തം ആരോഗ്യവും കുടുംബവും മറന്ന് അശരണർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് പിറകെ പോകാതെ അവരുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചു. നല്ലൊരു നന്മ മനസ്സിന്റെ ഉടമയായിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചപ്പോഴും കൊപ്പലിന്റെ സൗഹൃദങ്ങൾ ജില്ലയ്ക്കപ്പുറം വളർന്നു. സർക്കാർ ഓഫീസുകളിൽ ആവശ്യങ്ങൾക്കായി സാധാരണക്കാർ കയറിച്ചെന്ന് ഭയപ്പെട്ടിരുന്ന കാലത്ത് അവർക്കൊപ്പം നിന്ന് കൊപ്പൽ ആവശ്യങ്ങൾ നേടിക്കൊടുത്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിൽ അംഗമായിട്ടും സാധാരണക്കാരന്റെ പ്രയാസങ്ങൾക്കും വേദനകൾക്കുമൊപ്പം കൊപ്പൽ സഞ്ചരിച്ചു. സാദിയിലെ കൊപ്പൽ എക്സ്പ്രസ് സ്ഥാപനം അശരണർക്ക് കയറുവാനുള്ള ഇടമായിരുന്നു. ഏത് പാതിരാത്രി വിളിച്ചാലും കൊപ്പൽ വിളി കേൾക്കുമായിരുന്നു. കൊപ്പൽ അബ്ദുള്ള സമൂഹത്തിൽ ചെയ്ത നന്മകളും സഹായങ്ങളും സമൂഹം എന്നും ഓർക്കും. അദ്ദേഹം കൊളുത്തിവെച്ച നന്മയുടെ പ്രകാശം ഇപ്പോഴുമുണ്ടെന്നും ലത്തീഫ് അഭിപ്രായപ്പെട്ടു. എനിക്ക് തന്നെ, ഞാൻ എന്നെക്കാളും ഒരുപാട് വയസ്സ് കൂടിയ മനുഷ്യനാണ്, എന്നോട് തന്നെ വലപ്പോഴും കാണിക്കുന്ന ആ സ്നേഹവായ്പ് ചില്ലറയതുമല്ല. എന്തെങ്കിലും ഒരു കാര്യം ആ മനുഷ്യ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്രമമില്ലാതെ അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം കറങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിനകത്ത് കറങ്ങി നേടിയെടുക്കുന്ന ഏറ്റവും വലിയ കഴിവ് ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹം ഒരു MLA ആയിരുന്നില്ല, അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു, അദ്ദേഹം MP ആയിരുന്നില്ല.
പലപ്പോഴും അദ്ദേഹം ഒരു മുനിസിപ്പൽ കൗൺസിലർ മാത്രമായിരുന്നെങ്കിലും അദ്ദേഹം നമ്മുടെ ഈ മേഖലക്കകത്തുണ്ടാകുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും അദ്ദേഹം കയറി ചെല്ലുമ്പോൾ ആ ഉദ്യോഗ മണ്ഡലത്തിലെ ആളുകളൊക്കെ അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹവായ്പ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് കാണിക്കുന്ന ആഭിമുഖ്യങ്ങൾ, അതൊക്കെ ചെയ്തു കൊടുക്കുക മാത്രമല്ല അദ്ദേഹം സംതൃപ്തനാവുന്നത് വരെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പ്രാപ്തരായിരിക്കുന്ന ആളുകളൊക്കെ നാം പലപ്പോഴും കണ്ടതാണ്. AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ TA ഷാഫി, ഹമീദ് കോളിയടുക്കം, അഷ്റഫ് അലി ചേരങ്കൈ, ഹമീദ് ചേരങ്കൈ, നാസർ ചെർക്കളം, ഉസ്മാൻ കടവത്ത്, എരിയാൽ ഷെരീഫ്, KH മുഹമ്മദ് കുഞ്ഞി, ഹസൈനാർ തൊട്ടുംഭാഗം, NM അബ്ദുല്ല, യൂനുസ് തളങ്കര, ഹമീദ് ബദിയെടുക്ക എന്നിവർ സംസാരിച്ചു. CL ഹമീദ് സ്വാഗതവും ഷാഫി തെരുവത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കൊപ്പൽ അബ്ദുല്ലയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണേശ്വരം കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. 2 ദിവസങ്ങളിലായി നടന്ന രാവണേശ്വരം കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീഭൂതം, കാർന്നോൻ തെയ്യം, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറൈ ചാമുണ്ടി, ഗുളികൻ, മൂവാളംകുഴി ചാമുണ്ടി അമ്മ, മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അന്നദാനവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാവാൻ തറവാട് സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുതിർന്ന കോൺഗ്രസ് നേതാവും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ നടക്കാവിലെ പോലീസ് ഖാലിദിനെ KP കുഞ്ഞിക്കണ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ ആദരവേകി. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ നടക്കാവിലെ MTP ഖാലിദിനെ ആദരിച്ചത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയും KPCC അംഗവുമായ കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് എന്നറിയപ്പെടുമെങ്കിലും അദ്ദേഹത്തെ പോലെ ചെറുപ്പകാലം തൊട്ട് ഈ നിമിഷം വരെ ഇന്ത്യയോട്, ഈ രാജ്യത്തോട് കൂറും സ്നേഹവും പുലർത്തിയിട്ടുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായി എല്ലാ കാലഘട്ടത്തിലും നമ്മോടൊപ്പം നിൽക്കാനും നമുക്ക് ആത്മവീര്യം നൽകാനും ഓരോ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും നമ്മോടൊപ്പം ഈ പ്രദേശങ്ങളെപ്പറ്റിയും ഇവിടുത്തെ വോട്ടർമാരെ പറ്റിയും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന നമ്മളെ അലി സാഹിബിനെ പോലുള്ള ആളുകളെ തന്നെ നമ്മൾ കാണാനും ആദരിക്കാനും നിങ്ങൾ അവസരം കാണിക്കൽ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികപ്പറ്റായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ട്രസ്റ്റ് ചെയർമാൻ KN വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ട്രസ്റ്റ് ഭാരവാഹികളായ KV ഭാസ്കരൻ, KM ശ്രീധരൻ, TV പവിത്രൻ, KV രാഘവൻ മാസ്റ്റർ, K ശശി, YMC ചന്ദ്രശേഖരൻ, AG ഖമറുദ്ദീൻ, AV ചന്ദ്രൻ, K പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം 2026 ഏപ്രിൽ അവസാന വാരം നടക്കും. ആദ്യ നിധിശേഖരണം ക്ഷേത്രത്തിൽ നടന്നു. ഐതിഹ്യപ്പെരുമയുള്ള കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ അവസാന വാരം നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ബുധനാഴ്ച തിരുവോണ ഉത്സവ ദിനത്തിൽ ക്ഷേത്രനടയിൽ ഭക്തജനങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി. തുടർന്ന് നിധിശേഖരണത്തിന് തുടക്കമായി. MK ഭാസ്കരൻ അട്ടേങ്ങാനം ആദ്യ നിധി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് K നാരായണ വാര്യർക്ക് കൈമാറി. തുടർന്ന് ക്ഷേത്രം ഹാളിൽ ഭക്തജന സംഗമം നടന്നു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ N ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ഇരുവിൽ IK രാംദാസ് വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി.
അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ഭാസ്കരൻ അദ്ദേഹമാണ്. അദ്ദേഹവും ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹങ്ങൾക്ക് ഇപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് അവിടെ ദ്രവ്യകലശങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ക്ഷേത്രത്തിൽ അതിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഇതൊക്കെ ഒരു നിശ്ചയമാണ്, ദൈവനിശ്ചയമാണ്. അദ്ദേഹം ഒന്നും വികസിക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് പറയില്ല. ഏത് കാര്യത്തിലും അത് അവിടെ എത്തിപ്പെടേണ്ട ഒരു യോഗമാണെങ്കിൽ അദ്ദേഹത്തിരിക്കും ആണ്. അതുപോലെ തന്നെ സ്നേഹിക്കണവധികൾ അദ്ദേഹം അങ്ങനെ ഏത് കാര്യത്തിലും അകമഴിഞ്ഞ് സഹായം നൽകുന്ന വ്യക്തിയാണ്. ചടങ്ങിൽ ഗണപതി ഭട്ട മാവുങ്കാൽ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി കൃഷ്ണൻ കാവുങ്കൽ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ടി.പി. രാമചന്ദ്രൻ, മണി നിട്ടൂർ, രതീഷ് പൊന്നംവളപ്പ്, മുരളീധരൻ കൊടവലം, ഇ. അമ്പൂഞ്ഞി, എ. ദാമോദരൻ നായർ, അനിൽ അടിയോടി, വി. സുധാകരൻ, മോഹനൻ കൊടവലം എന്നിവർ സംസാരിച്ചു. പെരികമന ജയേഷ് കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ചു. ദേളി സ്വദേശി മുബഷിറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷിറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തി. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന സണ്ണി ജോസഫ്. ജെയിംസ് പന്തമാക്കൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്നും കാസർഗോഡ് ഉണ്ടായത് പെറ്റി കേസുകൾ മാത്രമാണെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാതെ KPCC പ്രസിഡന്റ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണെങ്കിലും സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കാസർഗോഡ് പറഞ്ഞു. പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കാഞ്ഞങ്ങാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലയോരത്ത് മത്സരിക്കാൻ മാധ്യമപ്രവർത്തകരും. കള്ളാർ പഞ്ചായത്തിലാണ് മാധ്യമപ്രവർത്തകരായ AK രാജേന്ദ്രൻ, G ശിവദാസൻ എന്നിവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. നോർത്ത് കോട്ടച്ചേരി, തുളിച്ചേരി, പുതിയോടൻ വീട് തറവാട് കളിയാട്ട ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനം. നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.